ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു അടിപൊളി ബ്രാൻഡ് പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായിട്ടും എന്റെ കുടുംബാംഗങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. കാരണം ഇനി അങ്ങോട്ട് ഓണക്കാലഘട്ടമാണ് വരുന്നത്. ഇതുപോലെയുള്ള നല്ല നല്ല ബ്രാൻഡുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഈ എറണാകുളത്ത് നിന്നുകൊണ്ടായിരിക്കും ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഞാൻ പല പല വീഡിയോയിൽ ഞാൻ പല പല ബ്രാൻഡുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു മയൂരിയോ സൂര്യനെല്ലിയുടെ ഒരു ബ്രാൻഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കോഴിക്കോട് ഇരുന്നായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കും, അയ്യോ ഈ ഒരു ബ്രാൻഡ് ഇവിടെ കിട്ടാനില്ലല്ലോ, ഞാനിത് എങ്ങനെ എടുത്തിട്ട് വിൽപ്പന നടത്തൂട്ടുള്ളത് അല്ലെ. പക്ഷെ അവിടെ നിങ്ങളുടെ ഏരിയ, നിങ്ങൾ ഏത് കേരളത്തിലുള്ള നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ ഏരിയയിൽ ഏതൊക്കെ ബ്രാൻഡ് നല്ലതുണ്ടോ ഈ ബ്രാൻഡുകളെല്ലാം ഞാൻ പരിചയപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് ഈ വക ബ്രാൻഡുകൾ എടുത്ത് വിൽപ്പന നടത്തി അതിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ അധികം സമയം കളയാണ്ട് തന്നെ ഞാൻ ആ ഒരു ബ്രാൻഡ് പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് വാട്ടർഫോളിന്റെ ഒരു ബ്രാൻഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ആ ഒരു ബ്രാൻഡ്. അപ്പൊ ഇത് കമ്പനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന സാമ്പിൾ ആണ്. അപ്പൊ 3 ഗ്രേഡുകളാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ പ്രേക്ഷകർ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ ഗ്രേഡ് കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. നമ്മളിപ്പോ ഒരു ഹോട്ടൽ ബ്ലെൻഡിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണ് SFD, SRD, FD ഇങ്ങനെയുള്ള പല പല ഗ്രേഡുകളൊക്കെ ചേർക്കുമ്പോൾ SRD FD കൂടെ ചേർത്താൽ മതിയോ, ഈ 2 ഗ്രേഡ് മാത്രം ചേർത്താൽ മതിയോ, മറ്റുള്ള RD PD പോലുള്ള ഗ്രേഡുകൾ ചേർക്കേണ്ടത് എന്നുള്ളത് അല്ലെ. എന്നാൽ ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ 3 ഗ്രേഡുകളാണ് നമ്മൾ ചേർത്തെടുക്കുന്നത്. ക്വാളിറ്റിയുള്ള നമ്പർ 1 തേയില, ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലകളൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു കുറഞ്ഞ ബ്രാൻഡും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നല്ല വരുമാനം നേടിയെടുക്കാനും സാധിക്കും. എന്നാൽ നമ്മളൊരു ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു 3 ഗ്രേഡ് വേണം എന്നുള്ളതാണ് SFD, SRD, RD എന്ന് പറയുന്നത്. അപ്പൊ ഈ SFD ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് FD പോലുള്ള ഫൈൻഡസ്റ്റ് പോലുള്ള ഗ്രേഡുകൾ നമുക്ക് എടുത്താൽ മതി എന്നുള്ളത്. അതോടൊപ്പം തന്നെ RD, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കുടുംബാംഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു കുടുംബാംഗം നമ്മളോട് ചോദിച്ചിരുന്നു, PDയുടെ ഫുൾ ഫോം എന്താ സാറേ? PD എന്ന് പറഞ്ഞാൽ പെക്കോ ടെസ്റ്റ് ആണെന്ന് നമ്മൾ ലൈവിലൊക്കെ വന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ എന്നാലും പുതിയതായിട്ട് വരുന്ന എന്റെ കുടുംബാംഗങ്ങൾക്ക്, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന എന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുകയാണ് ഞാൻ. ഇതുപോലുള്ള നല്ല നല്ല ബ്രാൻഡുകളും ഗ്രേഡുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത്. കാരണം വെച്ചാൽ ഇത് ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്നത്. അപ്പൊ SRDയും SFDയും RDയും പോലുള്ള 3 ഗ്രേഡുകൾ, ഈ ഒരു ഗ്രേഡുകളാണ് നമ്മൾ സാധാരണഗതിയിൽ ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇവര് കമ്പനി എന്ന് പറഞ്ഞാൽ വാട്ടർഫോളിന്റെ കമ്പനി കഴിഞ്ഞ ദിവസം നമുക്ക് കൊണ്ടുവന്നത്. കാരണം ഈ ഓണക്കാലഘട്ടം വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ബ്രാൻഡുകൾ നമ്മളിപ്പോ ഇനിയിപ്പോ അങ്ങോട്ടേക്ക് നമ്മൾ ഓർഡർ കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, പല ബ്രാൻഡുകളും ചിലപ്പോൾ ഇല്ല. അവിടെ ലേലക്കാരോട് നമ്മൾ ഓപ്ഷൻ ഡീലറിന്റെ അടുത്ത് നമ്മൾ കൊടുക്കുമ്പോഴായിരിക്കും അവർ പറയണത്, ആ ഒരു ബ്രാൻഡ് ഇല്ല. ഇപ്പൊ ഞാൻ കണ്ണൻ ദേവന്റെ കല്ലാറിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തു. അപ്പൊ നമ്മളൊരു 10 എണ്ണത്തിന് ഓർഡർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് ആ ഒരു ബ്രാൻഡ് നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. കണ്ണൻ ദേവന്റെ കല്ലാർ ഗോൾഡ് നമുക്ക് ചോദിച്ചിട്ട് കിട്ടിയില്ല. കാരണം ഓപ്ഷനിൽ പോലും ആ ഒരു തേയില വരുന്നില്ല. എന്നാൽ ഈ ഒരു കല്ലാർ ഗോൾഡ് മാത്രം നമ്മൾ എടുത്തിട്ട് കൊടുക്കുന്ന ഒരുപാട് കടക്കാരുണ്ട്. കാരണം കണ്ണൻദേവന്റെ ആ ഒരു ബ്രാൻഡ് മാത്രം എടുത്തുകൊണ്ട് വിൽപ്പന നടത്തുന്നത്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചിട്ട് എന്റെ പ്രേക്ഷകർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. കണ്ണൻദേവന്റെ ബ്രാൻഡ് ഇപ്പൊ കല്ലാർ ഇല്ലെങ്കിൽ നമ്മൾ വാഗോരയുടെ ഇട്ടിട്ടുണ്ട്, ഗുണ്ടുമല ഇട്ടിട്ടുണ്ട്. ഗുണ്ടുമലയൊക്കെ ഇപ്പൊ കമ്പനി മാറി. കാരണം അവർക്ക് ഇപ്പൊ ഇലത്തയിലേക്ക് വേണ്ടിയിട്ട് ആ ഒരു എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ മാറിയത് കാരണം ഗുണ്ടുമല എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡ് ഇപ്പൊ നിലവിലില്ല. പക്ഷെ വിരിപ്പാറയി, അതോടൊപ്പം തന്നെ കണ്ണൻദേവൻ തന്നെ, വാഗവരെയും പിന്നെ പല ബ്രാൻഡുകളും നമ്മൾ പരിചയപ്പെടുത്തുക. അപ്പൊ ഇതുപോലുള്ള ബ്രാൻഡുകളൊക്കെയാണ് നിലവില് മാറിയൊക്കെ ആയിരിക്കും വരുന്നത്. ഇപ്പൊ എനിക്ക് കല്ലാറ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ചൊക്കനാട് ഗോൾഡൊക്കെ ആയിരിക്കും ഞാൻ ഓർഡർ കൊടുക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും, ഞാൻ കടയിൽ ചെന്ന് വെച്ച് ഞാൻ അവരോട് പറയുന്നത്, ഇപ്രാവശ്യം കല്ലാറില്ലാട്ടാ, കണ്ണൻദേവൻ തന്നെ വേറൊരു ബ്രാൻഡാ വെക്കാൻ പോണേന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കൊരു സംശയം, അല്ലെങ്കിൽ അവർക്കൊരു പേടി, മനസ്സിലൊരു പേടി, ഈ തേയില കംപ്ലൈന്റ് ആയിരിക്കും, നമ്മളിത് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടത്തിനെ ബാധിക്കില്ല എന്നുള്ളത്. ഈ ഒരു പേടി സ്വാഭാവികമായിട്ടും എല്ലാവർക്കും നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇതുപോലുള്ള ബ്രാൻഡുകൾ നിങ്ങൾ എടുത്തിട്ട്. കാരണം നമ്മള് ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെയിൽ അയച്ചിട്ട് എന്നോട് ഒരു മാഡം എന്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഒരു ചേച്ചി സഹോദരി നമ്മളോട് ചോദിച്ചിരുന്ന കാര്യമുണ്ട്. ഞാനൊരു ബോക്സ് തേയില എടുത്തിട്ട് വിൽപ്പന നടത്താനായിട്ട്. അപ്പൊ കൊല്ലം സൈഡിലാണ് അവര്, ആ മാഡത്തിന്റെ വീട് കൊല്ലം സൈഡിലാണ്. അപ്പൊ അവർ അവിടെ നിന്ന് എടുത്തിട്ട് ബിസിനസ് തുടങ്ങാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. നല്ല കാര്യം തന്നെയാണ്. ഞാൻ അവരോട് പറഞ്ഞു, അവിടെ ഓപ്ഷൻ ഡീലേഴ്സ് അവിടെ വളരെയധികം കുറവാണ്. എന്നാൽ ഹോൾസെയിൽ ഡീലർമാരുണ്ട്. ലൂസ് തേയിലൊക്കെ എടുത്തിട്ട് ഓപ്ഷൻ ഡീലർമാരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ബൾക്കായിട്ട് വിൽപ്പന നടത്തുന്ന ഹോൾസെയിൽ ഡീലർമാരുണ്ട് അവിടെ കൊല്ലം ഭാഗത്ത്, ചാമക്കട ഭാഗത്തായിട്ട്. അപ്പൊ ഞാനിത് അവരുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ശരി അവിടെ നിന്ന് എടുക്കാന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നമ്മള് സൂര്യനെല്ലി, മയൂര്, ABT പോലുള്ള ബ്രാൻഡുകൾ പരിചയപ്പെടുത്തുമ്പോഴത്തേക്കും ABTയുടെ ചിലപ്പോൾ കരടിക്കുടി എന്ന് പറഞ്ഞ ബ്രാൻഡ് ആയിരിക്കണം എന്നില്ല ഈ പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നത്. കാരണം
ഒരുപക്ഷെ AVTയുടെ ആ ഒരു ബ്രാൻഡ് കൊല്ലം ഈ ഭാഗത്ത് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ അവിടെ ഇരിക്കുന്നത് ചിലപ്പോൾ AVTയുടെ പശുപ്പാറയോ അല്ലെങ്കിൽ അരണക്കൽ അല്ലെങ്കിൽ മിഡ്ലാൻഡ് പോലുള്ള ബ്രാൻഡുകളായിരിക്കും ചിലപ്പോൾ അവിടെ ഇരിക്കുന്നത്. അപ്പൊ ആ മാഡത്തിനോട് ചോദിച്ചെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്നത് അരണക്കലിന്റെ ബ്രാൻഡാണ്. ഞാൻ കരടിക്കുടിയുടെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു കരടിക്കുടി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഇല്ല, ചാമക്കടയിൽ തന്നെയാണ്, ഹോൾസെയിൽ കടയിൽ തന്നെയാണ് ചെന്ന് ചോദിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അരണക്കലിന്റെ ബ്രാൻഡാണ്, എടുക്കണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് എടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ, ഒരു ഒറ്റ ബ്രാൻഡായിട്ട് എടുത്ത് വിൽപ്പന നടത്താം. കാരണം 54 കിലോ വരുന്ന ഒരു SRDയുടെ ബ്രാൻഡാണ് ആ മാഡം എടുത്തത്. കുഴപ്പമില്ല, നല്ല രീതിയിൽ കച്ചവടം. ഞാൻ ചോദിച്ചു, അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ ബ്രാൻഡ് എടുത്ത് ഇവർ വിൽപ്പന നടത്താനായിട്ട് നടത്തി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു മാഡം എന്ന് ചോദിച്ചു. പറഞ്ഞു കുഴപ്പമില്ല, ആളുകളൊന്നും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, എനിക്ക് നല്ല രീതിയിൽ എനിക്ക് വിൽപ്പന നടത്താനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാനവിടെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, അടുത്ത പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഈ ഹോൾസെയിൽ കടയിൽ പോയി എടുക്കുന്നതിന് പകരമായിട്ട് ഒരു ഓപ്ഷൻ ഡീലറിന്റെ അടുത്ത് തന്നെ എടുക്കുക, ഒരു ലേലക്കാരന്റെ അടുത്ത് തന്നെ എടുക്കുക. കാരണം വെച്ചാൽ ഒരു 5-10 രൂപ നമുക്ക് കുറച്ച് കിട്ടുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് എവിടെ നിന്ന് കുറച്ച് കിട്ടുമോ അവിടെ നിന്ന് നിങ്ങൾ തേയിലെടുക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ തേയിലെടുക്കാനായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം വെച്ചാൽ നിങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 5 പൈസ ഇതിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഇത് ചെയ്യണത്. അല്ലാതെ നിങ്ങൾ ആരെങ്കിലും നന്നാക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്യണത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടല്ല, നിങ്ങൾ എവിടെ നിങ്ങൾക്ക് 2 രൂപ കുറച്ച് കിട്ടുമോ അവിടെ പോയി നിങ്ങൾ തേയിലെടുക്കാനായിട്ട് നോക്കണമെന്നുള്ളത്. അപ്പൊ ഇന്ന് അധികം സമയം ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു ബ്രാൻഡാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ നിങ്ങളുടെ ഏരിയയിൽ ചിലപ്പോൾ ഒരു പക്ഷേ മയൂരയുടെ ബ്രാൻഡ് നിങ്ങൾ എടുത്ത് വിൽപ്പന നടത്താൻ നോക്കുമ്പോൾ അവിടെ ആ ഒരു ബ്രാൻഡ് ഇല്ല. നിങ്ങളോട് ആ ഒരു ഹോൾസെയിൽ ഡീലർ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഡീലർ നിങ്ങളോട് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന വാട്ടർഫോളിന്റെ ബ്രാൻഡാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരികയാണ്, ഒയ്യോ വാട്ടർഫോളോ, മയൂരയില്ല, സൂര്യയില്ല, എഴുതിയിട്ടില്ല. അപ്പൊ ഈ ഒരു വാട്ടർഫോൾ എടുത്തു കഴിഞ്ഞാൽ കംപ്ലൈന്റ് കാര്യങ്ങൾ വരുമോ, ഈ ഒരു കംപ്ലൈന്റ് വന്ന് എനിക്ക് ഈ ഒരു തേയില അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വന്നാൽ വിൽപ്പന നടത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് കാര്യങ്ങളൊന്നും വേണ്ട, കൺഫ്യൂഷനും വേണ്ട. കാരണം വാട്ടർഫോളിന്റെ ഈ ഒരു ബ്രാൻഡ് നമുക്ക് സാമ്പിൾ കൊണ്ടുവന്ന് തന്നിട്ട് നമ്മൾ ഓർഡർ കൊടുത്തു. നമുക്ക് ഇതുപോലുള്ള കുറച്ച് സാമ്പിൾ ഉണ്ട്, ഞാൻ എന്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് വെച്ചാൽ ഇതിപ്പോ SRDയുടെ ഒരു സാമ്പിളാണ് വാട്ടർഫോളുകാരുടെ. അവര് 3 ഗ്രേഡാണ് നമുക്ക് കൊണ്ടുവന്നത്. ഇത് SRD ഉണ്ട്, അതോടൊപ്പം തന്നെ SFDയുടെ ഗ്രേഡും നമുക്ക് തന്നിട്ടുണ്ട്. പൊടി തേയിലയാണ് ഈ SFD എന്ന് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ റെഡ് ഡസ്റ്റ് RD ഗ്രേഡ്, ഈ ഒരു ഗ്രേഡും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ തന്നിട്ടുണ്ട്. 3 ഗ്രേഡാണ് വാട്ടർഫോളുകാർ നമുക്ക് കൊണ്ടുവന്ന് തന്നേക്കുന്നത്. തേയിലയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ലെന്ന് വേണം പറയാനായിട്ട്. നമ്പർ 1 ക്വാളിറ്റി, നല്ല ക്വാളിറ്റി കിട്ടുന്ന നല്ല 1-ാം തരം തേയില തന്നെയാണ് വാട്ടർഫോൾ. അപ്പൊ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ ചെന്നിട്ട് ഒരു ലൂസ് തേയില എടുക്കാനായിട്ട് ഒരു 10 കിലോ ഒക്കെ ലൂസ് എടുക്കാൻ വരുമ്പോൾ അവര് നിങ്ങളോട് പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഈ ബ്രാൻഡുകളൊന്നും ഇല്ല, വാട്ടർഫോൾ ഇരിപ്പുണ്ട്, അത് മതിയോ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടില്ലാത്ത പേരാകുമ്പോൾ നിങ്ങൾ ഓർക്കും അതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ കംപ്ലൈന്റ് ആയിരിക്കും, അത് വേണ്ട, വേറെ ഏതെങ്കിലും നല്ല ബ്രാൻഡ് എടുക്കാം, വേറെ എവിടെയെങ്കിലും ഒരു ഹോൾസെയിൽ കടയിൽ പോകാമെന്ന്. എന്നാൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. വാട്ടർഫോളിന്റെ SRD ഗ്രേഡിന് 170 കേട്ടോ. ഇപ്പോഴത്തെ വില വന്നിരിക്കുന്നത് 170. ഇനിയിപ്പോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല പല ബ്രാൻഡുകൾ, നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡുകൾ വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഒരു കാരണവശാൽ നിങ്ങൾ കംപ്ലൈന്റ് കാര്യങ്ങളുള്ള ബ്രാൻഡുകൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരുപാട് പേര് മെയിൽ അയക്കുന്നവരിൽ പലവരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഒരു ഹോട്ടൽ ബ്ലെൻഡ് തേയില, അതായത് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഹോട്ടൽ ബ്ലെൻഡ് അല്ല, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം പ്രേക്ഷകർ ഞാൻ ഈ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അവര് പോയിട്ട് എടുക്കുന്ന വെച്ചാൽ ഒരു പേരും അറിയാതെ ആരെങ്കിലും ബ്ലെൻഡ് ചെയ്ത് സ്വന്തമായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തേക്കണ 5 കിലോയുടെ ബാഗായിട്ട് ചോദിക്കുമ്പോ തേയില, ഈ ഹോൾസെയിൽ കടയിൽ പോയിട്ട് തേയില വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഒരു പേര്, ഞാൻ കേട്ടുകേൾവിയില്ലാത്ത പോലും പേരിലുള്ള തേയിലകളൊക്കെയാണ് എടുത്തിട്ട് അവർ വിൽപ്പന നടത്താനായിട്ട് നോക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള തേയില എന്റെ പ്രേക്ഷകരെ നിങ്ങൾ എടുത്തിട്ട് വിൽപ്പന നടത്താനായിട്ട് നോക്കരുത്. കാരണം വെച്ചിട്ടുണ്ടല്ല, നമ്പർ 1 ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ആയിട്ട് എസ്റ്റേറ്റ് കമ്പനിക്കാരുടെ ഒറിജിനൽ കമ്പനി വിൽപ്പന നടത്തുന്ന തേയില തന്നെ എടുക്കുക. അപ്പൊ നമ്മളൊക്കെ കൊടുക്കുന്ന വെച്ചാൽ മയൂര സൂര്യയിലയുടെ ഒറിജിനൽ ബോക്സ്, അതായത് ലേലക്കാരെ സമീപിച്ച് അവിടെ നിന്ന് നമ്മൾ തേയില എടുത്തിട്ട് അതൊരു നിശ്ചിത മാർജിൻ എടുത്തിട്ട് പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മൾ അത് വിൽപ്പന നടത്തുക. പക്ഷെ നിങ്ങൾ ഒരുപാട് ആളുകൾ ഇല്ലേ വടക്കോട്ടൊക്കെ മാറിക്കഴിഞ്ഞാലും അതായത് തെക്കോട്ട് മാറിക്കഴിഞ്ഞാലും സംഭവിക്കുന്ന വെച്ചാൽ, അതായത് ഈ കൊച്ചി, ഈ ലേലം നടക്കുന്നത് ഈ എറണാകുളം ഭാഗത്താണ്. ഇവിടം വിട്ട് 2 സൈഡിലും കുറച്ചും കൂടെ നീങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന സ്വന്തമായിട്ട് ഹോട്ടൽ ബ്ലെൻഡ് നിർമ്മിച്ച് കൊടുക്കുന്ന ഒരു കാര്യം ഇല്ല. എല്ലാരെയും നമ്മൾ കംപ്ലൈന്റ് ആണ്, തേയില കംപ്ലൈന്റ് ആണെന്നല്ല പറയുന്നത്, അതിനകത്ത് കംപ്ലൈന്റ് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. തേയില മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഗ്രേഡും ബ്രാൻഡും ചേർക്കാതെ വളരെയധികം കുറഞ്ഞ തേയിലയൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ചേർത്ത് ബ്ലെൻഡ് ചെയ്തുകൊണ്ടൊക്കെ ഒരു ബാഗൊക്കെ അടിച്ച് വെച്ചും ഒരു പേര് പോലും ഇല്ലാത്ത കൊണ്ട് തരും. അപ്പൊ എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ, പലരും ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ആ ബ്രാൻഡ് എടുക്കണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് നടത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു ബ്രാൻഡ് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ എടുക്കാനായിട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ എല്ലാവരും ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബ്രാൻഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചാൽ, കംപ്ലൈന്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടമാണ് അവിടെ ബാധിക്കുന്നത്. നമ്മൾ ഈ ഒരു സംഭവം, നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യണതിന് വേണ്ടിയിട്ടാണ്, നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്, അല്ലെ?
ഈ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ നാളെ നമ്മൾ ഒരാഴ്ച കൊണ്ടേ കൊടുക്കും, അടുത്ത ആഴ്ച ചെല്ലുമ്പോഴത്തേക്കും പറയുന്നതാണ് ഇനി നിങ്ങളുടെ തേയില ഇവിടെ വേണ്ടെന്നാ പറയുന്നത്. അങ്ങനെ ഒരു കംപ്ലൈന്റ് കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പറയുകയാണ് നിങ്ങൾ സ്വന്തമായിട്ട് ഒറിജിനൽ ബ്രാൻഡ് ആയിട്ടുള്ള. അപ്പൊ നിങ്ങൾ ചോദിക്കാറുണ്ട്, ഞാൻ ഹോട്ടൽ ബ്ലെൻഡിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടില്ലേ, നിങ്ങളും ഹോട്ടൽ ബ്ലെൻഡ് ചെയ്യുന്നില്ലേ, നിങ്ങൾ ഹോട്ടൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, അപ്പൊ ഇത് ആൾക്കാർ എടുക്കുന്നത്. ഞാൻ ഹോട്ടൽ ബ്ലെൻഡ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ ഏത് ഹോട്ടൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഞാൻ എന്റെ പ്രേക്ഷകർക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ഈ ഹോട്ടൽ ബ്ലെൻഡ് ചെയ്യുന്നത്, ഗ്രേഡുകൾ ഏതൊക്കെയാണ്, ഏത് ബ്രാൻഡൊക്കെയാണ് ഞാൻ. ഇപ്പൊ ഞാൻ സൂര്യനെല്ലിയുടെ ആണെങ്കിൽ ഞാൻ പറയാറുണ്ട് ഞാൻ സൂര്യനെല്ലി SRD എടുത്തിട്ട് ചെയ്യും, അതോടൊപ്പം തന്നെ ആ സൂര്യനെല്ലിയുടെ കൂടെ ടാറ്റക്കാരുടെ മലക്കിപ്പാറ തേയില SFD ഇടും, അതിന്റെ കൂടെ തന്നെ ആയിരിക്കും വാംടിയുടെ RD ഗ്രേഡ് ഇടുന്നത്. അപ്പൊ ഈ ഒരു 3 ബ്രാൻഡിന്റെ പേരും ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇത് 3 കൂടെയാണ് ചേർക്കുന്നതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. കാരണം ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ. കഴിഞ്ഞ ദിവസം നമ്മുടെ വളരെയധികം നമ്മുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു വർഷത്തോളമായിട്ട് നമുക്ക് ഫുൾ സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സാറ്. അപ്പൊ ആ സാറ് തിരുവനന്തപുരത്തുള്ള സാറാണ്. അപ്പൊ ആ സാറ് ചോദിച്ചു ഹോട്ടൽ ബ്ലെൻഡ് വേണം സാറിന്റെ കയ്യിൽ നിന്ന് 200 കിലോ, എന്റെ കയ്യിൽ നിന്ന് 200 കിലോ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു കമന്റ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യം ഉണ്ട്, കാരണം എന്തിനാണ് എന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ആ സാറ് വെറുതെ പൈസ വേസ്റ്റ് ആക്കണത്? കാരണം കാര്യം ശരിയാണ്, എനിക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി തരാനായിട്ട് ആ ഒരു സ്നേഹത്തിന്റെ പുറത്തായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം എന്നോട് ചോദിച്ചത് ഹോട്ടൽ ബ്ലെൻഡ് 200 കിലോ വേണമെന്ന് എനിക്ക് പറഞ്ഞത്. വളരെ സന്തോഷമുള്ള കാര്യമില്ല. പക്ഷെ ഞാൻ ആ സാറിനോട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, വേണ്ട സാർ എന്റെ കയ്യിൽ നിന്ന് എടുക്കണ്ട, സാറിന് വെറുതെ എന്തിനാണ് പൈസ കളയുന്നത്, സാറ് ഡയറക്റ്റ് ആയിട്ട് ലേലക്കാരോട്, കാരണം ആ സാറ് ലേലക്കാരോട് എടുത്തിട്ട് തന്നെയാണ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്, നല്ല രീതിയിൽ കച്ചവടം നടത്തുന്നതും ഈ ലേലക്കാരുടെ അടുത്ത് നിന്ന് തന്നെ എടുത്തിട്ടാണ് അവർ അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ സാറിനോട് ഞാൻ പറഞ്ഞു, സാർ ഡയറക്റ്റ് ആയിട്ട് നേരെ ലേലക്കാരനോട് എടുത്തിട്ട് ലേലക്കാരന്റെ കയ്യിൽ നിന്ന് എടുത്ത് വിൽപ്പന നടത്താനായിട്ട്. അപ്പൊ പുള്ളിക്കാരൻ അതിനോട് പറഞ്ഞു ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ശരി, എന്തായാലും സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയിട്ട് അതിൽ നിന്നും ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് പോലും വേണ്ട ലേലക്കാരൻ എടുക്കാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ആരും ചെയ്യില്ല, എല്ലാവരും അവനവൻ നന്നാവണം, എനിക്ക് തൈല് കൊടുക്കണം, എനിക്ക് വിൽപ്പന നടത്തണം എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നടക്കുമ്പോഴത്തേക്കും ആരും അങ്ങനെ പറയില്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി വന്നത് 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപാട് ചേച്ചിമാരും സഹോദരിമാരൊക്കെ നമുക്ക് മെയിൽ അയക്കുന്നുണ്ട്. എനിക്കിതിലൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വളരെയധികം സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അറിയാമല്ല, കഷ്ടപ്പാട് ജീവിതത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പാവങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഒരു എന്താ പറയുന്നത് കടവും വിലയൊക്കെ മേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ബിസിനസ് തുടങ്ങുന്നത്. അപ്പൊ അവരെയൊക്കെ നമുക്ക് വളരെ സങ്കടമുള്ള ഒരു കാര്യം തന്നെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ രക്ഷക്കാരൻ ഞാനിത് ഒരുപാട് അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ അനുഭവിക്കരുത്, നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങൾ നല്ല രീതിയിൽ ഭാവിയിൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ ഹൈറ്റിലേക്ക് വളർന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് അറിയാവുന്ന ബ്രാൻഡും കാര്യങ്ങളും നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കും 10 പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ബ്രാൻഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. RDയുടെ ഒരു ഗ്രേഡാണ് കേട്ടോ, വാട്ടർഫോളിന്റെ RD ഗ്രേഡ്. അപ്പൊ ഈ ഒരു തേയില ഇതാണ്, ഈ തേയിലയുടെ ഒരു കട്ടിങ് വന്നത്. തരി നിങ്ങൾ നോക്കിക്കോളൂ, കണ്ട ഇതാണ്. അപ്പൊ ഈ ഒരു തരി തേയില കണ്ട നല്ല തരിയാണ്. അപ്പൊ ഈ ഒരു തേയിലയാണെന്ന് പറഞ്ഞാൽ RD തേയില എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം തരിയായിട്ടുള്ള തേയിലയാണെന്നുള്ള, അല്ലെ? ഇതാണ് RD തേയില എന്ന് പറയുമ്പോൾ നല്ല തരി. ഇത് സാമ്പിൾ ആണ് കേട്ടോ, ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അവർ കൊണ്ടു തന്നതാണ് കമ്പനിക്കാർ. കാരണം നമ്മളിങ്ങനെ ഒരുപാട് ബ്രാൻഡുകളൊക്കെ 10ഉം 15ഉം ഒക്കെ വെച്ച് എടുക്കുമ്പോഴത്തേക്കും കമ്പനിക്കാർ നമുക്ക് കൊണ്ടുവന്ന് തരും അവരുടെ ബ്രാൻഡ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഒരുപാട് സാമ്പിൾസ് കൊണ്ടുവന്ന് പല കമ്പനിക്കാർ കൊണ്ടുവന്നിട്ട് നമുക്ക് സാമ്പിൾസ് കൊണ്ടു തരും. അപ്പൊ ഈ ഒരു സാമ്പിൾസ് കണ്ടിട്ട് ഇതെല്ലാം ഞാൻ എടുത്ത് ക്വാളിറ്റി നോക്കിയിട്ട് ഞാൻ ഓരോ വീഡിയോ ഞാൻ ചെയ്ത് ഞങ്ങളെ പരിചയപ്പെടുത്തി തരില്ല. കാരണം എന്ന് വെച്ചിട്ടില്ല, നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് തേയിലക്ക് യാതൊരുവിധ ക്വാളിറ്റിയും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ 100 കാരണവശാലും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല ഈ ഒരു ബ്രാൻഡ് എടുത്തു എന്നുള്ളത്. കാരണം കംപ്ലൈന്റ് വന്ന് നിങ്ങളുടെ കച്ചവടത്തിനെ ബാധിക്കുന്ന രീതിയിൽ ഞാൻ ഒരു ബ്രാൻഡും പരിചയപ്പെടില്ല. ഇത് നിങ്ങൾക്ക് എടുക്കാം, ഇത് നിങ്ങൾക്ക് ഹോട്ടൽ ബ്ലെൻഡ് അല്ലാതെ ഒറ്റൊരു ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് വിൽപ്പന നടത്താനായിട്ട് നിങ്ങൾ ഏത് ജില്ലക്കാരായിക്കോട്ടെ നിങ്ങളുടെ ഹോൾസെയിൽ കടയിൽ ചെന്നിട്ട് നിങ്ങൾ ചോദിക്കുക വാട്ടർഫോളിന്റെ SRD ഗ്രേഡ് ഉണ്ടോ, വാട്ടർഫോളിന്റെ SFD ഉണ്ടോ, വാട്ടർഫോളിന്റെ RD ഉണ്ടോ. SFD ഗ്രേഡ് നിങ്ങൾ ഒരു കാരണവശാലും എടുക്കാനായിട്ട് നോക്കുന്നത്, തീരെ പൊടിയായിട്ടുള്ള തേയിലയാണ്, നിങ്ങൾക്ക് അത് വിറ്റ് പോകാനായിട്ട്. അത് എത്ര ബ്രാൻഡഡ് ആയിട്ട് എത്ര ക്വാളിറ്റി ഉള്ള തേയിലയാണെങ്കിലും SFD പോലെ വരുന്ന ഗ്രേഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിറ്റ് പോകാനായിട്ട് സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ എടുക്കുവാണെങ്കിൽ RD ഗ്രേഡ് കുഴപ്പമില്ല, അത്യാവശ്യം ചായക്കടകളിലൊക്കെ കൊടുക്കാൻ പറ്റിയ മയൂര സൂര്യനെല്ലിയൊക്കെ പോലെ തന്നെയാണ് ഇതിന്റെ ഈ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ട ഇതിപ്പോ RD, ഈ ഒരു RDയുടെ കൂടെ ആയിരിക്കും നമ്മൾ പൊട്ടിച്ച് ഇതുപോലെ തന്നെ SRD ഗ്രേഡ്. അപ്പൊ ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെയായിരിക്കും നമ്മൾ പൊട്ടിച്ചിടുന്നത്. ഇത് ഇട്ടിട്ട് നമ്മൾ സ്റ്റീൽ പാത്രം കൊണ്ട് നന്നായിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഹോട്ടൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ. നിങ്ങൾ അതല്ല, നിങ്ങൾ ഇത് ബ്ലെൻഡ് ചെയ്യാണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒറ്റൊരു ബ്രാൻഡായിട്ടാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്
ഡയറക്റ്റ് ഇത് ഇങ്ങനെ ഒരു ഗ്രേഡ് മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് വിൽപ്പന നടത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് RD ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നിങ്ങളിത് അറിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് തേയിലയുടെ ക്വാളിറ്റി കാര്യങ്ങൾ എന്നൊക്കെ. അപ്പൊ നിങ്ങൾ ഒരു ഹോൾസെയിൽ കടയിൽ ചെന്നിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെല്ലുമ്പോണ്ടല്ല, അവര് നിങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ കിടന്ന് ബബബായി പോവില്ല. അയ്യോ അങ്ങനെ പറഞ്ഞാൽ എന്താ, അല്ല ഏത് ഗ്രേഡ് വേണം, SFD വേണോ RD വേണോ PD വേണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അയ്യോ അങ്ങനെ പറഞ്ഞാൽ വാട്ടർഫോൾ ഉണ്ടാ. കാരണം എന്താ, നിങ്ങൾക്കറിയില്ല. നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യമായിട്ടൊരു കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു പേര്, ബ്രാൻഡിന്റെ പേര് മാത്രമായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ഇത് സാമ്പിൾ ഞാൻ പൊട്ടിച്ച്, ഈ ഒരു സാമ്പിൾ ഞാൻ പൊട്ടിച്ച് നോക്കിയില്ല, നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ആദ്യമായിട്ട് പൊട്ടിക്കണത്. ഇപ്പൊ SFD ഗ്രേഡിലുള്ള സാമ്പിളാണ് ഇത് ഇപ്പൊ പൊട്ടിച്ചിരിക്കുന്നത്. SFD ആണ്. അപ്പൊ ഇതിന്റെ തേയില കണ്ട തീരെ പൊടി കണ്ട, നേരത്തെ പൊട്ടിച്ചത് വളരെയധികം തരിയായിരുന്നു. അപ്പൊ ഈ ഒരു തേയില നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, വളരെ പൊടിയായിട്ടുള്ള തേയില. ഇതുപോലെയാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത്, ഹോട്ടൽ ബ്ലെൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ആ ഒരു RD ഗ്രേഡ്, അതോടൊപ്പം തന്നെ ഈ ഒരു SFD, ഇനി ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു SRD. ഇതിപ്പോ SFD എന്ന് പറഞ്ഞാൽ തീരെ പൊടിയായിട്ടുള്ള തേയിലയാണ് ഈ SFD എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. വാട്ടർഫോൾ കമ്പനി നല്ല വിലയുള്ള തേയിലയാണ്, അല്ലാതെ ഒരു കുറഞ്ഞ ക്വാളിറ്റിയുള്ള തേയില. ഈ വാംഡിയും അല്ലെങ്കിൽ തന്നെ നമ്മള് ആവറേജ് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ബ്രാൻഡായിട്ട് നിങ്ങൾ കൂട്ടണ്ട. വാട്ടർഫോൾ എന്നൊക്കെ പറഞ്ഞാൽ മയൂര, സൂര്യനെല്ലി, AVT പോലെയൊക്കെ തന്നെ നമ്പർ 1 ക്വാളിറ്റി കിട്ടുന്ന ഒരു തേയില തന്നെയാണ് വാട്ടർഫോൾ വരുന്നത്. കണ്ട, അപ്പൊ പൊടിയായിട്ടുള്ള, തീരെ പൊടിയായിട്ടുള്ള ഒരു തേയിലയാണ് വാട്ടർഫോളിന്റെ ഈ ഒരു ബ്രാൻഡ്, ഈ ഒരു ഗ്രേഡ് വരുന്നത്. ഇനി അതോടൊപ്പം തന്നെ SRDയുടെ ഒരു ഗ്രേഡ് കണ്ടോ, SRD ഗ്രേഡ് ആണിത്. അപ്പൊ ഇത് ഇവര് കമ്പനി നമുക്ക് സാമ്പിൾ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ക്വാളിറ്റി നോക്കി കഴിയുമ്പോഴത്തേക്കും, ഞാനിപ്പോ ഈ ഒരു ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം, കഴിഞ്ഞ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് കണ്ണന്തേവന്റെ കല്ലാറിന് ഓർഡർ കൊടുത്തു, നമുക്ക് കിട്ടിയില്ല. അപ്പൊ ആ ഒരു ഗ്യാപ്പില് അതിന് നമുക്ക് എന്തായാലും എന്തായാലും നമുക്ക് തേയിലയുടെ ആ ഒരു ഷോട്ട് വന്നു അല്ലെ, കണ്ണന്തേവന്റെ ആ ഒരു കല്ലാറ് കിട്ടിയില്ല. ഈ ഒരു ബ്രാൻഡ് ഞാൻ ഓർഡർ കൊടുത്തു. എന്തിനാണെന്നറിയാമോ, ഈ കണ്ണന്തേവന്റെ കല്ലാർ ഗോൾഡ് എടുത്തവർക്ക് വേണ്ടി കൊടുക്കാൻ ഈ ഒരു ബ്രാൻഡ് ഒന്ന് കൊടുത്തു നോക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് ഉപയോഗിച്ച് നോക്കി, നമ്മൾ ഈ കണ്ണന്തേവന്റെ നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അറിയാം, അതിന്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഇത് നോക്കിയപ്പോ ഇതിനും അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്ന നമ്പർ 1 തേയിലയായിട്ട് വാട്ടർഫോൾ നിൽക്കുന്നത് കാരണം ഞാൻ ഇത് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 നമുക്ക് ഇത് എടുത്തിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ നിങ്ങൾ എന്റെ പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നല്ല ബ്രാൻഡ് എടുത്തിട്ട് നിങ്ങൾ വിൽപ്പന നടത്താൻ നോക്കുക. കംപ്ലൈന്റ് കാര്യങ്ങൾ വരുന്ന ഒരു ഗ്രേഡോ ബ്രാൻഡോ എടുക്കരുത്, മറ്റൊരാളുടെ ഹോട്ടൽ ബ്ലെൻഡ് പോയി എടുക്കരുത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവണം ആ ഒരു ബ്രാൻഡിനകത്ത് ഏതൊക്കെ ഗ്രേഡുകൾ, ഏതൊക്കെ ബ്രാൻഡാണ് ചേർന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കുന്നുണ്ട്. മയൂരയുടെ കൂടെ വാംടി ചേർത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഉരുളിക്കലിന്റെ ബ്രാൻഡ് കൂടെ ചേർത്തിട്ട് 3 വ്യത്യസ്ത ഗ്രേഡുകളിൽ ചേർത്തിട്ടായിരിക്കും ഞാൻ ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കിയിട്ട് ബാഗുകളിലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഞാൻ അത് കൊടുക്കുന്നത്. നമുക്ക് വലിയ ഓർഡർ കിട്ടുമ്പോൾ ഞാൻ കൊടുക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു കുടുംബാംഗം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന ഒരു കുടുംബാംഗം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്ലെൻഡ് ചെയ്യുന്നത് ഒന്ന് കാണിക്കാവുന്നുണ്ട്. പ്രേക്ഷകരെ നമ്മൾ ഇതുപോലെ വിശദീകരിച്ച് പറയുമ്പോൾ തന്നെ അത്യാവശ്യം സമയം പോകുന്നത് കാരണം, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് സമയം പോകുന്ന കാരണം, ഇനി ഞാൻ ബ്ലെൻഡിങ്ങും കൂടെ കാണിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം കണ്ടുകൊണ്ടിരിക്കാനുള്ള ആ ഒരു ക്ഷമ ആളുകൾക്ക് ഇല്ലെന്നുള്ളത്. ആളുകൾ പരമാവധി വെച്ചാൽ അവർക്ക് കിട്ടേണ്ട കാര്യം മാത്രം കിട്ടിയിട്ട് അവർ അത് ബാക്കി എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഊട്ടി വന്ന് വേഗം പഠിക്കുക. കാരണം നമ്മുടെ ചാനൽ കമന്റിലൂടെ ഞാൻ നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ചിലവർ ചോദിച്ചിട്ടുണ്ട് ഇതെന്താ സംഭവം, അല്ലെങ്കിൽ ഇതെടുത്തിട്ട് എന്ത് ചെയ്യാനാണ്, ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ. അപ്പൊ ഇപ്പോഴും വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണാൻ പോലും മനസ്സിലായി. അപ്പൊ 5-10 മിനിറ്റിന്റെ വീഡിയോ പോലും കാണാനായിട്ടുള്ള മനസ്സിലാണ്ടായിരിക്കും പെട്ടെന്ന് വന്നിട്ട് നമ്മളോട് കമന്റ് ചോദിക്കുന്നത് എന്താ സംഭവം, അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇത് എവിടെ നിന്ന് എടുക്കുക എന്നുള്ളത്. എന്നാൽ ഭൂരിപക്ഷം ആളുകൾ ഇത് മനസ്സിലാക്കി തന്നെ ഇതിനോട് മെയിൽ അയച്ച് അവർ ബിസിനസ് തുടങ്ങി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെ. എന്നാൽ പല ആളുകളും ഇപ്പോഴും ഇത് എന്താണെന്ന് അറിയാൻ പാടില്ലാണ്ട് ഇപ്പോഴും പകച്ചു നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള തേയില എടുത്തിട്ട് നിങ്ങൾ വിൽപ്പന നടത്താനായിട്ട് നോക്കുക. നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾക്ക് ഇപ്പൊ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ ആ ഒരു ബ്രാൻഡ് കിട്ടില്ലായിരിക്കാം, പക്ഷെ ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്ന പല പല ബ്രാൻഡ്, ഇനി അവിടെയുള്ള ബ്രാൻഡ് ഏതാണെന്നുള്ളത് നിങ്ങൾ എന്നോട് മെയിൽ അയച്ച് നിങ്ങൾ എന്നോട് കമന്റ് ആയിട്ട് അവിടെ ഏത് ബ്രാൻഡാണ് ഉള്ളതെന്ന് പറയുവാണെങ്കിൽ ആ ബ്രാൻഡൊക്കെ വിപണിയിൽ ഉള്ളതാണോ, അതായത് ഒരു യഥാർത്ഥ എസ്റ്റേറ്റിനകത്ത് നിന്ന് വരുന്ന ഒരു ബ്രാൻഡാണോ എന്നൊക്കെ നോക്കിയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് ആ ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിഞ്ഞ് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിക്കും എന്നുള്ളത്. അദ്ദേഹം പിന്നെ നമ്മളോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ബ്ലെൻഡിങ്. അപ്പൊ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യണ അത്രയും സമയം ചിലപ്പോൾ ഒരു പക്ഷെ കാണാനായിട്ട് കണ്ടോളുന്നില്ല ആളുകൾ. അപ്പൊ
ഞാനിപ്പോ ഇതുപോലെ ഞാൻ ഇങ്ങനെ ബ്ലെൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും വെച്ചാൽ അപ്പൊ അദ്ദേഹത്തിന് ആ സാർ ഇപ്പൊ പറഞ്ഞത് ശരിയായിരിക്കും. ആ സാറിന് ഇത് കാണാനായിട്ട് ബ്ലെൻഡിങ് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും. അതെങ്ങനെ ചെയ്യുന്നു മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ അവർക്ക് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സാർ ചോദിക്കുന്നത്. നല്ല ഉദ്ദേശത്തോടെയാണ് ആ സാർ ചോദിക്കുന്നത്. പക്ഷെ എന്നാൽ നമ്മളിതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇത് പരമാവധി കുറച്ച് പേര്, ഇപ്പൊ 10 പേരിൽ ഒരു 6 പേര് ഇത് കാണാണ്ടിരുന്നു, ബാക്കി 4 പേര് ഇത് കാണുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ വീഡിയോ പിന്നെ യൂട്യൂബ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അധികം ആളിലേക്ക് ഇത് എത്തിക്കത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്ലെൻഡ് ചെയ്ത് കാണിക്കും, നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടവർ ഇത് കാണും, ബാക്കിയുള്ളവർ ഇത് കാണാണ്ട് പോകുമ്പോഴത്തേക്കും ആ വീഡിയോ അവിടെ വെച്ച് ഡെഡായി പോവുകയാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇത് പുറത്ത് മറ്റൊരാൾക്ക് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു അറിവ് അവർക്ക് നേടിയെടുക്കാനായിട്ട് പറ്റാതെ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ആ വീഡിയോ അവിടെ വെച്ച് സ്റ്റോപ്പായി പോവാന്നുള്ളത്. അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ഉചിതം, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൃത്തിയുള്ള നല്ല ക്ലീൻ ആയിട്ട് വൃത്തിയുള്ള ഒരു ടേബിൾ ആണെങ്കിൽ ആ ടേബിളിൽ നിങ്ങൾ കുറേശ്ശെ ഒരു 5 കിലോ പൊട്ടിച്ചിട്ടിട്ട് ആ 5 കിലോ മയൂര് ഇടുകയാണെങ്കിൽ ആ ടേബിളിൽ തന്നെ 5 കിലോയുടെ പുറത്ത് നിങ്ങളൊരു 5 കിലോ ഉരുളിക്കല് അല്ലെങ്കിൽ മലക്കിപ്പാറയുടെ തേയില ഇടുക. അതിന്റെ ഒപ്പം തന്നെ ഉള്ളൊരു 5 കിലോ വാംടിയുടെ തേയില ഇടുക. അപ്പൊ 15 കിലോ തേയില നിങ്ങൾ ഒരു ടേബിളിൽ ഇട്ട് അല്ലെ, ഒരു സ്റ്റീൽ പാത്രം കൊണ്ട് നിങ്ങൾ ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് പരത്തിയതിനു ശേഷം നിങ്ങൾ അത് വലിച്ചു കൂട്ടി നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെൻഡ് ചെയ്യുക, മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുക. 15 കിലോ തേയിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം സുഖമായിട്ട് ടേബിളിലൊക്കെ ഇട്ട് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ടൊക്കെ സാധിക്കും എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് നിങ്ങളും വലിയ രീതിയിലേക്ക് ബ്ലെൻഡിങ് കാര്യങ്ങളിലൊക്കെ കടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഹോട്ടൽ ബ്ലെൻഡ് കാര്യങ്ങളും ഒക്കെ കിട്ടി നല്ല രീതിയിൽ നിങ്ങളുടെ കച്ചവടമൊക്കെ നല്ല രീതിയിൽ വളരെയധികം മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പൊ സാധിക്കണം, ഈ ഒരു ഓണത്തിലൂടെ നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിൽ കച്ചവടം നേടിയെടുത്ത് നിങ്ങളുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ മാറ്റി ഈ ഒരു ഓണത്തോടുകൂടി തന്നെ നിങ്ങൾ രക്ഷപ്പെടാനായിട്ട് ആഗ്രഹവും മനസ്സും മനക്കെട്ടിയുള്ളവര് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷപ്പെടും. ഒരു കാരണവശാലും നിങ്ങൾ താഴെ പോകില്ല. നിങ്ങൾക്ക് 100% ഇതിൽ നിന്ന് വിജയിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പ്രേക്ഷകരെ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.